ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഈ രണ്ട് വണ്ടീൻ്റെ ചെറിയ ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കയ്യിൽ കുറച്ച് ദിവസമായിട്ട് ഈ ഹിമാലയൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഒരു 100-300 കിലോമീറ്റർ ഇത് റൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിനെ പറ്റി പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഫസ്റ്റ് ഏറ്റവും വലിയ ഡിഫറൻസ് ഈ വണ്ടീൻ്റെ സീറ്റ് തന്നെയാണ്. നിങ്ങൾ ലോങ് റൈഡ് ചെയ്യാൻ നേരത്തെ എന്തും കൊണ്ടും ആ വണ്ടീനെക്കാട്ടിയും ബെറ്റർ ഈ വണ്ടീൻ്റെ സീറ്റുകളാണ്. നിങ്ങൾ എത്ര ഒരു 100-150 കിലോമീറ്റർ ഓടിച്ചാൽ പോലും ഒറ്റ സ്ട്രെച്ച് ചെയ്ത് മടുക്കത്തില്ല. അത് പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മടുക്കാൻ തുടങ്ങും. അത് വേറെ ഒരു കാര്യമൊന്നുമല്ല, അതിൻ്റെ സീറ്റ് ഇച്ചിരി ഫേം സീറ്റാണ് ഈ വണ്ടീൻ്റെ. അതുപോലെ അല്ല ഈ വണ്ടീൻ്റെ സീറ്റ് നല്ല ഇതുണ്ടോ, ഭയങ്കരമായിട്ട് കുഷൻഡ് സീറ്റ്. ഇതിന് കഴിഞ്ഞാൽ ഭയങ്കര സുഖമായി ഈ വണ്ടി ഓടിക്കാനായിട്ട്. രണ്ടാമത്തെ പോയിൻ്റ് പറയുകയാണെങ്കിൽ ഈ വണ്ടി ഓഫ് റോഡിൽ ഈ വണ്ടിയും കൊണ്ട് ഒരു ലോഡ് മെച്ചമാണ് ഈ വണ്ടി. അതിൻ്റെ സസ്പെൻഷൻ ട്രാവൽ നിങ്ങൾക്ക് കാണാം. സസ്പെൻഷനും ആയിക്കോട്ടെ, ടയറും ആയിക്കോട്ടെ. ഈ വണ്ടീൻ്റെ ടയർ, ഈ വണ്ടി ഓഫ് റോഡ് ചെന്ന് കഴിഞ്ഞാൽ സ്ലിപ്പാകാൻ തുടങ്ങും ഈ അപ്പോളിൻ്റെ ടയർ കാരണം. ഇത് നമുക്ക് ഓഫ് റോഡ് അത് ആക്കാം, പക്ഷേ ഇപ്പോൾ ടയർ മാറേണ്ടി വരും. പക്ഷേ ഇത് ഇങ്ങനെ വരുന്നത് തന്നെ നമുക്ക് ഓഫ് റോഡ് നേരെ ചാടിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. മൂന്നാമത്തെ പോയിൻ്റ് ഗൈസ്, പവറിൻ്റെ കാര്യത്തിൽ ഡൊമിനാറാണ് മുമ്പേ നിൽക്കുന്നത്. ഇതൊരു 100-135-40 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പമ്മാൻ തുടങ്ങും. ഇതങ്ങനെയല്ലേ, 150-60 കയറി അങ്ങ് പൊക്കോണ്ടിരിക്കും. ആക്സലറേഷനും ഇതിൻ്റെ തന്നെയാണ് കൂടുതലും. അപ്പം പവറിൻ്റെ കാര്യത്തിൽ ഈ വണ്ടി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ വണ്ടി. പിന്നെ ഗൈസ്, അഞ്ചാമത്തെ പോയിൻ്റ് പറഞ്ഞാൽ എക്സോസ്റ്റ് നോട്ട് പറയുകയാണെങ്കിൽ ചിലവർക്ക് ആ വണ്ടീൻ്റെ എക്സോസ്റ്റ് നോട്ട് ഇഷ്ടപ്പെടും, ചിലവരുടെ ഇതിൻ്റെ ഇഷ്ടപ്പെടും. എനിക്കും അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല. ചില റൈഡിൻ്റെ സമയത്ത് എനിക്ക് അതാ ഇഷ്ടം. അത് ഹയർ RPM എനിക്ക് ആ വണ്ടീൻ്റെ എക്സോസ്റ്റ് നോട്ട് ഈ വണ്ടീനെക്കാട്ടി ഒത്തിരി ഇഷ്ടം അതിൻ്റെയാണ്. നൈറ്റിൽ വണ്ടി ഓടിക്കാൻ നേരത്ത് എന്തും കൊണ്ട് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഭയങ്കര മെച്ചം. ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ എന്താണെന്നറിയത്തില്ല, ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നമുക്ക് കാണത്തില്ല ശരിക്കിനൊന്നും. പിന്നെ ഗൈസ്, ഏഴാമത്തെ പോയിൻ്റ് വൈബ്രേഷൻ്റെ കാര്യത്തിൽ രണ്ട് വണ്ടിക്കും ഒരേപോലെ വൈബ്രേഷനൊക്കെ ഉണ്ട്. എന്നാലും കുറച്ച് ഭേദം ഡൊമിനാർ തന്നെയാണ്. ആ വണ്ടി നമ്മൾ ഹയർ RPM പോയി കഴിഞ്ഞാൽ കുറച്ച് ഭയങ്കരമായിട്ട് ഹാൻഡിൽ ബാറ് വൈബ്രേഷന്, ഫുഡ് പാക്കിൽ വൈബ്രേഷൻ, അങ്ങനത്തെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതിന് വൈബ്രേഷൻ വരും. നിങ്ങളൊരു ടോൾ റൈഡർ ആണെങ്കിൽ അതിനെക്കാട്ടിയും ബെറ്റർ ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഓടിക്കാൻ കംഫോർട്ടും കാര്യങ്ങൾ. ഹൈവേയിൽ ഈ രണ്ട് വണ്ടി ഒരേപോലെ നല്ല സുഖമായിട്ട് കൊണ്ടുപോകാം. ഹൈവേയിൽ റൈഡിങ്ങും ഇതിനാണ് എനിക്ക് കുറച്ചുകൂടെ നല്ലത്. ഗൈസ്, മൈലേജിൻ്റെ കാര്യം, ഞങ്ങളുടെ ഹിമാലയൻ 10-30 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്, മറ്റേനെ 26 ഉള്ളൂ. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ ഗൈസ്, ഞാൻ ഇതെല്ലാം പറഞ്ഞേക്കുന്ന എൻ്റെ ഒരു ഒപ്പീനിയൻ. ഈ വണ്ടി രണ്ടും ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന വണ്ടിയാണ്, മാറി മാറി ഓടിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞ് തന്നിട്ടുള്ളത്.